നമ്മളിപ്പോൾ ഒരു സുന്നി പ്രദേശത്ത് കൊണ്ടുപോയിട്ട് നമ്മളൊരു വയൽ വെച്ചാൽ എന്താണ് ആ സുന്നിയാൾ വരാത്തത്? വയലിന് എന്താ ഒരു വരാത്ത എന്താ വെച്ചാൽ ഓർക്ക് തെറ്റിദ്ധാരണയാണ്. എന്തൊക്കെ തെറ്റിദ്ധാരണ? ഇവർ എന്ന് പറഞ്ഞാൽ സലാത്തില്ല, ദിക്റില്ല, മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പോത്ത് ചത്ത കൊണ്ടുപോയി കുഴിച്ചിട മാതിരി കുഴിച്ചിടും. അങ്ങനെ ഉസ്താദുമാർ പറഞ്ഞു കൊടുക്കുക. ദിക്റില്ല, ദുആ ഇല്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞു കൊടുക്കും. പിന്നെ റസൂലുള്ളാഹിനെ അവർക്ക് ബഹുമാനമില്ല, മഹാത്മാക്കളെയും പുണ്യാത്മാക്കളെയൊക്കെ അവർക്ക് പുച്ഛാണ്. പിന്നെ വാപ്പിയമ്മി മരിച്ചു കഴിഞ്ഞാൽ ഓൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൂല, ഓൾക്ക് വേണ്ടി ദുആ എടുക്കൂല, ഓലെ കബറിങ്ങ പോകൂല. ഇങ്ങനെ എന്തൊക്കെയാ പറയണത് സുഹൃത്തുക്കളെ. അപ്പോൾ ഇതൊക്കെ നമുക്കറിയില്ലേ? അതൊക്കെ ശരിയാ? ആ പറഞ്ഞതൊക്കെ ശരിയാ സുഹൃത്തുക്കളെ? നമ്മളിതിൽ ജീവിക്കുമ്പോൾ അറിയാം. നമുക്ക് സ്വലാത്തില്ലേ? രാവിലെ നമ്മൾ രാവിലത്തെ ദിക്റുകൾ ചെല്ലുമ്പോൾ അതിൽ നമ്മൾ സ്വലാത്തില്ലുണ്ട്. ദുആ ഇറക്കുമ്പോൾ സ്വലാത്ത് ചെല്ലിയാലേ ദുആ കബൂലാകുള്ളൂ. അള്ളാഹുവിനോട് എപ്പോൾ പ്രാർത്ഥിക്കുകയാണെങ്കിലും ആദ്യം സലാത്ത് ചെല്ലണം. നല്ലുണ്ടാവും. നിസ്കാരം ബാങ്ക് കൊടുത്തു കഴിഞ്ഞാലോ സലാത്ത് ചെല്ലണം. പിന്നെ ഏത് സന്ദർഭത്തിൽ നമുക്ക് സ്വലാത്ത് ചെല്ലാം. മൻ സ്വല്ലാ അലൈഹി സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി അശർ, അള്ളാഹു 10. പിന്നെ ദുആ ഇല്ലേ? നമുക്ക് ദുആ ഇല്ലാതെ നമ്മളൊരു 5ാം ക്ലാസ്സിലെ കുട്ടിനെ വിളിച്ചിട്ട് മോനെ ജാനക്ക് പഠിച്ച ദുആക്കൻ ചെല്ലിക്കാരണം ഉറങ്ങാൻ പോകുമ്പോഴുള്ള ദുആ, പിന്നെ ഉണർന്നുള്ള ദുആ, ഭക്ഷണം കഴിഞ്ഞാലുള്ള ദുആ, അതേപോലെ തന്നെ മയ്യത്ത് കാണുമ്പോഴുള്ള ദുആ, ആകാശത്ത് മാസപ്പിറവി കണ്ടാലുള്ള ദുആ, പിന്നെ സയ്യിദുൽ ഇസ്തിഗ്ഫാറിന്റെ ദുആ. എത്ര ദുആ സുഹൃത്തുക്കളെ നമുക്ക് കാണാതെ അറിയണത്. എന്നാൽ ദുആ അല്ലാന്ന് നമ്മളോട് പറയുമ്പോൾ എല്ലാവരും അതാണ് വിശ്വസിക്കുന്നത്. ഒരു പക്ഷേ ഒരു സാധാരണ ഈ യാഥാസ്ഥിക സുന്നികളിൽപ്പെട്ട ഒരാൾ സാധാരണക്കാരനെ വിളിച്ചിട്ട് ഒരു 10 ദുആ പറഞ്ഞാൽ ചിലപ്പോൾ ഓർക്ക് ഓർമ്മ ഉണ്ടായിക്കോളുന്നില്ല. നമ്മളൊരു മുജാഹിദ് മദ്രസ പഠിച്ചൊരു കുട്ടിയെ വിളിച്ചിട്ട് ദുആ ചോദിച്ചാൽ ഓൻ എത്ര ദുആ പറഞ്ഞു കൊടുക്കും അല്ലേ? പിന്നെ മഹാത്മാക്കളി പുണ്യാത്മാക്കളി ബഹുമാനിക്കണില്ല. നമുക്ക് ബഹുമാനല്ലേ? നമ്മൾ ഈ മഹാന്മാരും മഹത്തുക്കളുമായിട്ടുള്ള ആളുകളും അവർ പറഞ്ഞ വാക്കുകളും എത്ര നിലക്ക് നമ്മൾ സ്വീകരിക്കണം, എത്ര ബഹുമാനത്തോടു കൂടിയാണ് ഇമാമിങ്ങളെ നമ്മൾ കാണുന്നത്. ഇത് വെറുതെ പറയാണ്. പിന്നെന്താ മഹത്തുക്കളോടും നമ്മൾ പിന്നെ എന്താ ചെയ്യാത്ത കാര്യം എന്താ വെച്ചാൽ നമ്മൾ ബദരീങ്ങളെ മുഹീദ്ദീൻ ശേഖ് എന്ന് വിളിക്കൂല. അതാണ് ഓലെ ബഹുമാനം എന്നുണ്ടെങ്കിൽ ആ ബഹുമാനം നമുക്കില്ല. അള്ളാനെ ബഹുമാനിക്കണ പോലെ റസൂലുള്ളാഹിനെ ബഹുമാനിക്കാൻ പറ്റില്ലല്ലോ. വലാത്തത്തുറുക്ക മാത്രത്തിന് നസാറ ഈസാബിൻ മറിയമിനെ ചെയ്ത പോലെ നിങ്ങൾ എന്നെ ചെയ്യരുത്. ഈസാബിൻ മറിയമിനെ പുകഴ്ത്തി അള്ളാഹുവിന്റെ പുത്രനാക്കി. എന്നെ നിങ്ങൾ അങ്ങനെ ആക്കരുത്. അപ്പോൾ പുകഴ്ത്താം, മഹത്വപ്പെടുത്താം, പക്ഷെ അള്ളാഹിന്റെ സ്ഥാനത്തേക്ക് ഉയർത്താൻ പറ്റൂല. മഹാനായി കാണണം, പ്രവാചകനായി കാണണം, മലക്കനെ മലക്കായി കാണണം. അങ്ങനെ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് അള്ളായിട്ട് കാണുമ്പോൾ നമ്മുടെ വിശ്വാസം തന്നെ തകരാറായി പോകും. ഉണ്ടാക്കുന്ന തെറ്റിദ്ധാരണകൾ എത്രയാണ് സുഹൃത്തുക്കളെ? ഈ തെറ്റിദ്ധാരണകൾ കേട്ട് എന്ത് ചെയ്യും? നമ്മളൊരു പരിപാടി പ്രസംഗം നടത്തുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇവർ ദൂരെ നിൽക്കും. അപ്പോൾ എപ്പോഴെങ്കിലും യാദൃശ്ചികമായി ഒരുത്ത സദസ്സിൽ വന്നിരുന്നാലോ പിന്നെ എല്ലാ പ്രസംഗത്തിനും വരും, എല്ലാ ജുമാക്കും വരും, എല്ലാ നിസ്കാരത്തിനും വരും. അത് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുക